ഇത് വിഷുവിൻ്റെ തലേദിവസവും പിന്നെ വിഷുവിൻ്റെ അന്നും കൂടെ എടുത്തിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകൾ വെച്ച് ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേദിവസം നമ്മൾ ഒരു 5:30യുടെ ട്രെയിന് നമ്മളൊരു 4:45 അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ നമ്മളെ പോസ്റ്റാക്കി. ട്രെയിൻ വന്നത് 6:30 ആയപ്പോഴാണ്. അത് മാത്രമല്ല, അത് ട്രെയിനിൽ നിന്ന് തൃശ്ശൂർ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഏകദേശം നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് വീട്ടിൽ വന്നത്. ഇനിയിപ്പം നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ബസ് ഉണ്ടായിരുന്നില്ല. 10:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടോയൊക്കെ പിടിച്ച് നമ്മൾ ഒരു വിധത്തിൽ വീട്ടിലെത്തി. ആക്ച്വലി എൻ്റെ ഒരു വിഷു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിഷു എൻ്റെ കുട്ടിക്കാലത്തെ വിഷുവായിരുന്നു, എൻ്റെ വീട്ടിലുള്ള വിഷു. കല്യാണത്തിന് മുന്നേ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എന്നെ കല്യാണം കഴിച്ചിട്ട് വിട്ടതിന് ശേഷം വീട്ടിലങ്ങനെ വിഷു ഒന്നും ഉണ്ടായിട്ടില്ല, കണിയൊന്നും വെച്ചിട്ടില്ല. കാരണം ഞാനാണ് അവിടെ കണി വയ്ക്കാൻ വേണ്ടി മെയിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കണിയൊക്കെ വയ്ക്കാനൊക്കെ. ഞാനാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ അലാറം പോലും ഇല്ലാത്ത ആ ഒരു സമയത്ത് രാവിലെ എണീറ്റ് അച്ഛനെ അമ്മനെ കുളിച്ചെണീപ്പിച്ച് കണി കാണിച്ച് അവരുടെ കയ്യിൽ നിന്ന് അവർ വിഷു കൈ നീട്ടൊക്കെ തരും. അതും വലിയ എമൗണ്ടൊന്നുമല്ല, 1 രൂപയൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ ഹാപ്പിനെസ് ഭയങ്കരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി വീട്ടിൽ വന്നു. ഇത് അച്ഛനാണ് ഇവിടെ കണിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ വെറുതെ കയ്യാളായിട്ട് നിന്ന് കൊടുത്തു. അങ്ങനെ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയും അച്ഛനും കൂടെ വിളിച്ചെണീപ്പിച്ച് കണിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പതിവ് പോലെ വിഷുക്കൈ നീട്ടവും കൈയോടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു പതിവാണ് ഈ ഒരു പടക്കം പൊട്ടിക്കണയൊക്കെ. നമ്മുടെ വീട്ടിലതില്ല, കാരണം അവിടെ എൻ്റെ അനിയൻ്റെ കൈ പൊളിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിൽ നിരോധിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഏതോ ഒരു കാലത്ത് എൻ്റെ അനിയൻ്റെ കൈ പടക്കം പൊട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തി വെച്ചു. സോ അപ്പം ഹാപ്പി വിഷു.